സ്നേഹമുള്ളവരെ, നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളിൽ വളരാൻ വേണ്ട കൃപാവരത്തിനായിട്ട് പ്രത്യേകമായിട്ട് യാചിക്കാം. പ്രത്യേകിച്ച് ഈ ഫലാഗമകാലത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സുഹൃതങ്ങളിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കൃപാവരം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ത്രീയന്മാരുടെ ഓർമ്മയാതിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യം നൽകിയ ജീവിതമായ ദൈവികമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനത്തിൽ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ സഭയിലേക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആസ്വദിച്ചാൽ ഇപ്രകാരമുള്ള മനോധൈര്യം മിശിഹ വഴി ദൈവസന്നിധിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തന്നെ എന്തെങ്കിലും മേന്മയുള്ളതായി അവകാശപ്പെട്ടാൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ കഴിവ് ദൈവത്തിൽ നിന്നാണ്. ഞങ്ങൾ അങ്ങേ പുതിയ ഉടമ്പടിയുടെ അക്ഷരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷരാക്കുവാൻ യോഗ്യരാക്കി. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. ശിലകളിൽ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട മരണ ശുശ്രൂഷ തേജസ്സിലാണ് വന്നത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും മോശയുടെ മുഖതേജസ് മൂലം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോകരമായിരുന്നെങ്കിൽ നീതീകരണത്തിൻ്റെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോകരമായിരിക്കും. ഒരിക്കൽ തേജോമയമായിരുന്നത് അതിനേക്കാൾ അതിശയിക്കുന്ന മറ്റൊരു തേജസ് മൂലം നിഷ്പ്രഭമായി തീർന്നിരിക്കുന്നു. മങ്ങിമറിഞ്ഞു പോയത് തേജസ്സുള്ളതിനേക്കാൾ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ധൈര്യമുള്ളവരാണ്.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 15-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഒരു വീണ്ടെടുപ്പിന്റെ സുവിശേഷമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 3 ഉപമകളാണ് നമ്മൾ അതിൽ ശ്രവിക്കുക. ഒന്ന്, 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് കാണാതെ പോകുമ്പോൾ അതിനെ തിരിച്ച് കണ്ടെത്തുന്ന ഒരു ഉപമ. രണ്ടാമതായിട്ട് 10 നാണയങ്ങളിൽ ഒന്ന് കാണാതെ പോകുന്നു, അത് വീടടിച്ചു മാറി ആ നാണയത്തെ കണ്ടെടുക്കുകയാണ്. മൂന്നാമതായിട്ട് ധൂർത്തപുത്രന്റെ ഉപമയാണ്. ധൂർത്തപുത്രനും അനുദപിച്ചുകൊണ്ട് പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരികെ വരിക. 3 സ്ഥലങ്ങളിലും ഈ ഒരു വീണ്ടെടുപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീണ്ടെടുപ്പിന് കാരണമായിട്ട് മാറുന്നത് അനുതാപവും കാരുണ്യവും തന്നെയാണ്. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഈ ധൂർത്തനായിട്ട് ദൂരദേശത്തേക്ക് പോയ മകൻ അനുദപിച്ച് പിതാവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. ഈ അനുദപിച്ച് വരുന്ന മകനെ പിതാവ് ഇരുകൈ നീട്ടി കാരുണ്യത്തോടുകൂടി സ്വീകരിക്കുക. ഏതൊരു വീണ്ടെടുപ്പിനും അനുതാപവും കാരുണ്യവും വളരെ ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പലാഗമകാലത്ത് നമ്മൾ വളരേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ വളർത്തേണ്ട 2 ഗുണങ്ങളാണ് അനുതാപത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഫലങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതിൽ ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും ഇതുപോലെ തെറ്റിപ്പോയവരുണ്ടാകാം, അല്ലെങ്കിൽ ദൂരദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കാരുണ്യത്തോടുകൂടി ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ വലിയ ക്രൈസ്തവ കടമയാണ് ഇന്നത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോയവരും അനുദപിച്ച് സ്നേഹത്തിലേക്ക് തിരികെ വരികാനുള്ള വലിയ ആഹ്വാനം ഈ തിരുവചനം നൽകുന്നുണ്ട്. വീണ്ടെടുപ്പിൻ്റെ 2 മുഖങ്ങളാണ് അനുതാപവും കാരുണ്യവും. ഇത് സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പകർത്താനും ക്രിസ്തുവിന് വേണ്ടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ മറ്റുള്ളവർക്കായിട്ട് നൽകിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. ഈശോ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകനെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് തനിക്കുള്ളത് ദുർവ്യയം ചെയ്തു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശമാകെ ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് ആശ്രയം തേടി. അയാൾ അവനെ പന്നികളെ തീറ്റാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വിശപ്പ് മാറ്റാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും അവന് ഒന്നും കൊടുത്തില്ല. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവരോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനില്ല. പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം മേലങ്ങി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും പാദങ്ങളിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്നാൽ എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുനിലത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും നിന്റെ
ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളിയാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റുള്ള മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്രവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാർ നിയോഗിച്ച കർത്താവെ, സ്ത്രീകന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മുഖത്തുപെടുത്തുവാനും പ്രേക്ഷിതരങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സുഹൃത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. പോലാ
സുരരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവ്വരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ, ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലൊത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടിയുള്ളവനും യുവക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്വയമായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുന്നതായിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാകുന്നതിനായും ശരീരത്തിന്റെ രക്തവും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധരുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്ന നിങ്ങളെ അങ്ങ് കാരുണ്യാധികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്ക്
നമുക്കെല്ലാവർക്കും മനതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമരുൾ ദുഃഖാദൻ സഹവാസമീ നമ്മോട് ഉണ്ടാകട്ടെ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനികമായി സമർപ്പിച്ച് നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവദിനത്തിന് വേണ്ടിയും ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഇളയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസനം നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ വിളിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രിക്കുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കടലിലെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉത്തരം എന്നോട് ദയ തോന്നണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവം
കർത്താവീശ്വരേ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവീശ്വരൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. സത്യത്തിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. എപ്പോഴും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശ്വരൻ
അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും തിരിച്ചുവിടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മകനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സ്ഥിരവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ പ്രഭാത വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ, കരുണയുടെ സ്വസ്തി. നിന്നെ ഞാൻ സ്തുതിക്കുവാനായി കടകളുടെ പാപങ്ങളെ മോചനം കാണാനാവട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വഴിയും നൽകുക. വിശുദ്ധ അൽഫോൻസമ്മയോടുള്ള നൊവേന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വത്സലപുത്രന്റെ മണവാട്ടിയും ഞങ്ങളുടെ സഹോദരിയുമായ വിശുദ്ധ അൽഫോൻസാമ്മയെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ സ്വജീവിതത്തെ സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസായെ അനുകരിച്ച് പുണ്യപാതയിലൂടെ ചലിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ യോഗ്യതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അടുത്തുള്ള സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവനെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു, വിനീതനെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി അവിടുത്തെ തിരുകുമാരനായ ഈശോയെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയല്ലോ. ഈശോയുടെ മാതൃകയിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാത സ്വീകരിച്ച് സ്വയം ബലിയായി തീരുവാൻ അൽഫോൻസാമ്മയെ അങ്ങ് സജ്ജയാക്കിയല്ലോ. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് ചെയ്ത ഈശോനാഥ, അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് സ്വയം ഇല്ലാതായി മഹത്വത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിശുദ്ധ അൽഫോൻസായെ നിഗ്രഹിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷകനായ ഈശോയെ അങ്ങയെ സ്നേഹിക്കുവാനും അവിടുത്തെ പദ്ധതികളോട് പൂർണ്ണമായി സഹകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതം കണ്ടെത്തി സ്വയം സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തോർപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. അൽഫോൻസായെ വിശുദ്ധമാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ
പ്രതീക്ഷയോടുകൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുണ്യചരിതയായ അൽഫോൻസാമയെ വിശുദ്ധത്തിലേക്ക് ഉയർത്തി കർത്താവേ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ രൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവേ അങ്ങേക്ക് വേണ്ടി സ്വയം ഒരു വസ്തുവായി ഹോമിക്കപ്പെടുവാൻ അഭിലഷിച്ച വിശുദ്ധ അൽഫോൻസായെ അനുകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരു നിരന്തര ബലിയായി അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഹനവും ത്യാഗവും വഴി അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ ഞങ്ങളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളും ദുഃഖങ്ങളും സ്നേഹിതാവായ അങ്ങയുടെ തൃക്കരം ദർശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയുടെ പാരമ്യത്തിൽ പോലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച കർത്താവേ അങ്ങയുടെ മാതൃക സ്വജീവിതത്തിൽ പകർത്തി അൽഫോൻസായെ അനുകരിച്ച് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അങ്ങയുടെ അപേക്ഷ നിറവേറ്റുവാനും മേലധികാരികൾ അങ്ങയെ ദർശിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദനായ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ അൽഫോൻസാമയുടെ പ്രത്യേക മധ്യസ്ഥ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹസമ്പന്നനുമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധ അൽഫോൻസായെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ കർത്താവേ, അവരുടെ മാധ്യസ്ഥ നേടുന്ന ഞങ്ങളെ ആത്മീയവും ശാരീരികമായ എല്ലാ അപകടങ്ങളും കാത്തുരക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹദാനങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശ്വരനായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ അൽഫോൻസയുടെ മാധ്യസ്ഥ സംരക്ഷണവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് തിരുവോസ്തിരൂപനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശക്തമായ ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ ഇടപെടലിലൂടെ വളരെ സമാധാനവും ആരോഗ്യവും വലിയ പ്രതീക്ഷയും നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളെ ഈ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കൊറോണ വൈറസ് ബാധ മൂലം ക്ലേശം അനുഭവിക്കുന്ന എല്ലാവരെയും പ്രധാനങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കൊറോണ വൈറസ്
ബാധമൂലം മരണമടഞ്ഞവരെ കൃത്യമായിട്ട് ഓർത്ത് കർത്താവായ ഈശോയെ അവർക്ക് തിരുമുഖ ദർശനങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സൗഖ്യദായകമായ വലതുകരം അവരോടൊപ്പമായിക്കൊണ്ട് എത്രയും വേഗം സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. വലിയ പ്രതീക്ഷ നീ ഞങ്ങൾക്ക് നൽകണമേ. ഒട്ടും ശുഭകരമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ആത്മധൈര്യവും വലിയ സ്നേഹവും നീ ഞങ്ങളിൽ നിറയ്ക്കണമേ. തിരുവചനത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി ഇതൊരു വീണ്ടെടുപ്പിൻ്റെ കാലഘട്ടമാണെന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോൾ കർത്താവ് എത്രയും വേഗം വലിയ അനുതാപത്തിലൂടെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. വലിയ കാരുണ്യത്തോടുകൂടി കാത്തിരിക്കുന്ന അവിടുത്തെ സ്നേഹം എന്നും അനുഭവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരസ്പരം ഈ വീണ്ടെടുപ്പിൻ്റെ വലിയ ദൗത്യം കൈമാറാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, വലിയ കാരുണ്യവും ആഴമായ അനുതാപവും ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഈ വീണ്ടെടുപ്പ് ഏറ്റവും അർത്ഥവത്തായിട്ട് നടത്താൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികൾക്ക് നടുവിലും നീ ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്ന എല്ലാ നല്ല സാഹചര്യങ്ങളെ പ്രതി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷങ്ങളും ആചരിക്കുന്നവരെ നന്ദിയോടും പ്രാർത്ഥനയോടും കൂടി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെയും നീ കാഴ്ചവെക്കുന്നു. കർത്താവെ, ശക്തമായി ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനും നീ മോചനമേകി. സകലേശാദ്യോര്യകടാശം തൂകണമേ വത്സലസുതരേ. നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങളേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. തിരുനാമം വാഴ്ത്തിടുവിൻ.
മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്ന എല്ലാവർക്കും ഇടവയുടെ ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ, മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ്. നമുക്കറിയാവുന്ന പോലെ വളരെ പ്രാർത്ഥനയോടെയും അതുപോലെ തന്നെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും ഒരിക്കലും നിരാശരാകുകയോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ലാതെ മുന്നോട്ട് പോകരുത്. നമുക്കറിയാം, ഇതുപോലുള്ള പ്രതികൂല സാഹചര്യമാണ് നമ്മെ ഏറ്റവും കൂടുതലായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് ഉപകരിക്കുക. അപ്പോൾ അതുകൊണ്ട് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് വലിയ ശ്രമം നടത്തണം. വലിയ സ്നേഹം പരസ്പരം ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ വളരെ സഹിഷ്ണുതയോടും സമാധാനത്തോടും കൂടെ ഇടപെടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വളരെ ഭംഗിയായി അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പരസ്പരം വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം, ഈ യുവജനങ്ങളെ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ സമയം 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂർ സമയം അവരൊരുമിച്ച് ചേർന്ന് സൂം ആപ്പിലൂടെ പരസ്പരം ഹാസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരാൾ നന്നായിട്ട് ക്ലാസ്സിലെടുക്കുന്നു, ചെറിയ കളികളൊക്കെ നടത്തുന്നു. അത് വളരെ കൂട്ടായ്മയ്ക്ക് വളരെയധികം അത് ആക്കം കൂട്ടുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുപോലെ മറ്റു സംഘടനകൾക്കും ആ ഒരു രീതി വേണമെങ്കിൽ തുടരാമെന്ന് തോന്നുകയാണ്. മാതൃസംഘത്തിനും അതുപോലെ തന്നെ പിതൃവേദിക്കായാലും ഒരു ഞായറാഴ്ച മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സമാധാനമായിട്ടിരുന്നുകൊണ്ട് അധികം തിരക്കുകളില്ലാതിരുന്നുകൊണ്ട് പരസ്പരം പങ്കിടാനും തന്നെ ആശയങ്ങൾ വിനിമയം ചെയ്യാനും ഒന്ന് കാണാനൊക്കെ ആയിട്ടുള്ള ഒരവസരമായിട്ട് നമുക്കതിനെ എടുക്കാം. എന്തുമാത്രം പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും അത് സംഘടനാ ഭാരവാഹികൾ അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എടുത്ത് അത് നമുക്ക് പ്രാക്ടിക്കലാക്കാനായിട്ട് ശ്രമിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജൂലൈ 28-ാം തീയതി വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ സഭയിൽ ആചരിക്കാം. സെൻറ്റ് അൽഫോൻസ കുടുംബയൂട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അൽഫോൻസ നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ ഏറ്റവും ഹൃദയ നിറഞ്ഞ മംഗള സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. വിശുദ്ധ അൽഫോൻസമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഈ ദിവസങ്ങളിൽ തേടാം. വിശുദ്ധ അൽഫോൻസമ്മ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Shine.